അറബി സാഹിത്യത്തിലൊരു പ്രയോഗമുണ്ട്, അഖ്തബു മിൻ സഹ്ബാൻ എന്ന്. സഹ്ബാനേക്കാൾ വലിയ പ്രാസംഗികൻ. എന്താ പറഞ്ഞതിൻ്റെ ഉദ്ദേശം? സഹ്ബാൻ ഇബ്നു വാഇലുൽ ബാഹിലി വലിയ വാചാട്ടോപ്പിയായിരുന്നു, സ്ഫുടഭാഷിയായിരുന്നു, നല്ല പ്രാസംഗികനായിരുന്നു. ഖുസ് ബിനു സാഇദ അൽ അയാദി, ദംറ ഇബ്നു ദംറ, അംർ ഇബ്നുൽ അഹ്തമുൽ മൻഖരി, അതുപോലെ ഖൈസ് ഇബ്നു ആസിമുൽ മൻഖരി തുടങ്ങി പല പ്രമുഖർ പ്രാസംഗികന്മാരായി ജാഹിലിയത്തിൽ. ഒരു പ്രസംഗം ഇപ്രകാരം: യാ മഅ്ശറ ബക്കർ ഹാലികും മഅ്ദൂർ ഖൈറും മിൻ നാജിൻ ഫറൂർ ഇന്നൽ ഹദറ ലാ യുൻജി മിനൽ ഖദർ വ ഇന്നസ് സബ്ര മിൻ അസ്ബാബിദ് ളഫർ അൽ മനിയതു വലദ്ദനിയ ഇസ്തിഖ്ബാലുൽ മൗത്ത് ഖൈറും മിൻ ഇസ്തിദ്ബാരിഹി അത്അനു ഫി സഗരിൻ നുഹൂർ അക്രമു ഫിൽ അഅജാസി വദ്ദുഹൂർ യാ ആല ബക്കർ ഖാതിലു ഫമാലിൽ മനായ മിൻ ബുദ്. ബക്കർ ഗോത്രത്തെ യുദ്ധത്തിന് പ്രേരിപ്പിച്ച് ഹാനി ഇബ്നു ഖബീസ അഷൈബാനി നടത്തിയ പ്രസംഗമാണിത്. ബക്കർ ഗോത്രത്തെ വിളിച്ചു പറയുന്നത്, യാ മഅ്ശറ ബക്കർ ഹാലിക്കും മഅ്ദൂർ ഖൈറും മിൻ നാജിൻ ഫറൂർ, യുദ്ധമുഖത്ത് നിന്ന് ഓടി രക്ഷപ്പെടുന്നവനേക്കാൾ നല്ലത് ഒഴികഴിവിനാൽ നാശം, മരണം ഏറ്റുവാങ്ങുന്നവനാണ്. ഇന്നൽ ഹദർ ലാ യുൻജി മിനൽ ഖദർ, മുൻകരുതൽ വിധിയിൽ നിന്ന് രക്ഷപ്പെടുത്തുകയില്ല. വ ഇന്ന സബർ മിൻ അസ്ബാബിദ് ളഫർ, വിജയത്തിൻ്റെ കാരണങ്ങളിൽപ്പെട്ടതാണ് ക്ഷമിച്ച് നിലകൊള്ളുക എന്നുള്ളത്. അൽ മനിയ വലദ്ദനിയ, മരണമാണ് ഉത്തമം, നിന്ദ്യതയല്ല. ഇസ്തിഖ്ബാലുൽ മൗത്ത് ഖൈറും മിൻ ഇസ്തിദ്ബാരിഹി, മരണം അഭിമുഖീകരിക്കലാണ്, മരണം പിന്നോട്ടായുന്നതിനേക്കാൾ ഉത്തമം. അത്അനു ഫീ സഗരിൻ നുഹൂർ അക്രമു മിൻഹു ഫിൽ അഅജാസി വദ്ദുഹൂർ, നെഞ്ചിൽ കുത്തേൽക്കലാണ് മുതുകിലും പാർശ്വങ്ങളിലും ഏൽക്കുന്നതിനേക്കാൾ മാന്യമായത്. അതുകൊണ്ട് യാ ആല ബക്കർ, ബക്കർ കുടുംബമേ, ഖാതിലു, നിങ്ങൾ യുദ്ധം ചെയ്യൂ. ഫമാലിൽ മനായ മിൻ ബുദ്, മരണം അത് അനിവാര്യമാണല്ലോ, അതുകൊണ്ട് പൊരുതി നമുക്ക് മരണം നേടാം എന്ന് പ്രോത്സാഹിപ്പിച്ച് നടത്തിയ ഖുതുബയാണ്. അൽ ബയാൻ വത്തബീൻ എന്ന മഹൽ രചനയിൽ അംർ ഇബ്നു ബഹർ, അബൂ ഉസ്മാനുൽ ജാഹിബ്, അന്ന് കാലങ്ങളിലെ അറബികളുടെ പ്രസംഗങ്ങൾ, അതിൽ നാടോടികളായ അറബികളുടെയും നാട്ടിൽ പാർക്കുന്ന അറബികളുടെയും മറ്റുമൊക്കെ സുദീർഘവും ഹ്രസ്വവുമായ പ്രസംഗങ്ങൾ, ഇത്രയൊക്കെ ആവിഷ്കാരങ്ങളും കഴിവുകളും ഗദ്യത്തിലും പദ്യത്തിലും വൈവിധ്യമാർന്ന പ്രകടനങ്ങളുമൊക്കെ ഉണ്ടായിട്ടും ഏറ്റവും വലിയ സത്യങ്ങൾ, യാഥാർത്ഥ്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയുക്തമായി അവരെ കേൾപ്പിച്ചപ്പോൾ അവർക്കെല്ലാം സർവാംഗീകൃതനും സുസമ്മതനും സ്വീകാര്യനുമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ആ സത്യം തുറന്നു പറഞ്ഞപ്പോൾ സത്യവഴി കാണുവാനും സത്യമൊഴി കേൾക്കുവാനും അതിനോടനുകൂലമായി പ്രതികരിക്കാനും ആ വിശ്വാസികൾക്കായില്ല എന്നതിനാലാണ് കേൾക്കാനുള്ള കാതും കാണാനുള്ള കണ്ണും പറയാനുള്ള നാക്കും ഇല്ലാത്തവരെ പോലെ, നഷ്ടമായവരെ പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വിശേഷിപ്പിച്ചത്, വിധിച്ചത്. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ സുമ്മും ബുക്മുൻ ഉമ്യും ഫഹും ലാ യഖിലൂൻ, അവർ ബധിരരാണ്, ഊമകളാണ്, അന്ധരാണ്, അതിനാൽ തന്നെ അവർ ഗ്രഹിക്കുന്നില്ല, ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ല എന്ന വിശേഷണവും വിധിയും അവിശ്വാസികൾ ആശ്രയിക്കുന്ന, വിളിച്ചു തേടുന്ന വിഗ്രഹങ്ങളുടേതാണെന്ന് വിധിച്ച, ഉണർത്തിയ മുഫസ്സിറുകളുമുണ്ട്. ആയത്തിൻ്റെ തുടക്കത്തിൽ വമസലുല്ലദീന കഫറു കമസലില്ലദീ യൻഇഖു ബിമാ ലാ യസ്മഉ ഇല്ലാ ദുആഅൻ വനിദാഅ എന്നത് വിശദീകരിക്കവേ അവിടെയുള്ള ഉപമകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പഠിച്ചു പോയതാണ്. അവിശ്വാസികൾ ആരാധിക്കുന്ന വിഗ്രഹങ്ങളും ബിംബങ്ങളും വിളിയും തെളിയും കേവലം കേൾക്കുക മാത്രമല്ലാതെ കേട്ട് പ്രതികരിക്കുവാൻ കഴിയാത്ത ജന്തുക്കളുടെ ഉപമയാണ്, കാലികളുടെ ഉപമയാണ് എന്ന് പറഞ്ഞില്ലേ? അങ്ങനെയുള്ള വിഗ്രഹങ്ങൾ, ബിംബങ്ങൾ, ആരാധ്യന്മാർ, അവർ സുമ്മും ബുക്മും ഉമ്യും ഫഹും ലാ യഖിലൂൻ, ബധിരരാണ്, മൂകരാണ്, അന്ധരാണ് എന്ന് അവയെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്ന് തഫ്സീർ ചെയ്ത പണ്ഡിതന്മാരുമുണ്ട്. ഫഹും ലാ യഖിലൂൻ എന്നിടത്ത് അവർ ഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഹും എന്നുള്ളത് ബുദ്ധി ഉപയോഗിക്കുന്നവർക്ക് പ്രയോഗിക്കപ്പെടുന്ന സർവനാമമാണ്. കല്ലിനാലും മരത്താലുമൊക്കെ തീർക്കപ്പെട്ട ബിംബങ്ങളും വിഗ്രഹങ്ങളുമാണ് എങ്കിൽ ഫഹും എന്നല്ല പ്രയോഗിക്കുക, ഫഹിയ എന്നാണ് പ്രയോഗിക്കുക. ലാ യഖിലൂൻ എന്നല്ല പറയുക, ലാ തഖിൽ എന്നാണ് പറയുക. ഫഹിയ ലാ തഖിൽ, അവ ഗ്രഹിക്കുന്നില്ല എന്ന്.
പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ ഫഹും ലാ യഅഖിലൂൻ എന്നാണ് പറഞ്ഞത്. ഇവിടെ വിഗ്രഹങ്ങളും ബിംബങ്ങളുമൊക്കെയാണ് ഉദ്ദേശം എന്ന് അഭിപ്രായപ്പെട്ടവർ പറഞ്ഞത്. ബഹുദൈവ വിശ്വാസികളും അവിശ്വാസികളും ഈ പ്രതിഷ്ഠകളെയും ബിംബങ്ങളെയും ബുദ്ധി പ്രയോഗിക്കുന്നവരുടെ സ്ഥാനത്താണ് അവരോധിച്ചിട്ടുള്ളത്. തങ്ങളെ കേൾക്കുന്ന, കാണുന്ന, ബുദ്ധി ഉപയോഗിച്ച് പ്രതികരിക്കുന്ന ആളുകളോട് എങ്ങനെ വർത്തിക്കുന്നു അതുപോലെയാണ് ഈ വിഗ്രഹങ്ങളോട് അവിശ്വാസികളും ബഹുദൈവ വിശ്വാസികളും വർത്തിക്കുന്നത്. കേൾക്കുന്നവനെ പോലെ, കാണുന്നവനെ പോലെ, ഗ്രഹിച്ച് മനസ്സിലാക്കുന്നവനെ പോലെ അവരെ വിളിച്ച് പ്രാർത്ഥിച്ചും അവരോട് സങ്കടപ്പെട്ടും ആവശ്യങ്ങൾ തേടിയും അവർക്ക് മുമ്പിൽ യാചിച്ചും കരഞ്ഞും കേണുമൊക്കെ വണങ്ങിയുമൊക്കെ വർത്തിക്കുന്ന ബഹുദൈവ വിശ്വാസികൾ എത്രമേൽ അപക്വമായ, എത്രമേൽ അർത്ഥശൂന്യമായ നിലപാടാണ് ഇത്തരം ആളുകൾക്ക് അവരുടെ ആരാധ്യന്മാരോടെന്നുള്ളത് ബോധ്യപ്പെടുത്താനാണ് ഇങ്ങനെ ഫഹും ലാ യഅഖിലൂൻ എന്ന് വിഗ്രഹങ്ങളാണ് ഉദ്ദേശമെങ്കിൽ അല്ലെങ്കിൽ ബിംബങ്ങളാണ് ഉദ്ദേശമെങ്കിൽ അതിന് താല്പര്യമെന്നാണ് പണ്ഡിതന്മാർ ഉണർത്തുന്നത്.